കേരള നാടാർ മഹാജനസംഘം കേരളത്തിലെ 45 ലക്ഷം നാടാർ സമുദായത്തിൻ്റെ അഭയസ്ഥാനം. അതിൻ്റെ നായകൻ ശ്രീ ഡോക്ടർ ജെ ലോറൻസ്, ഡോക്ടർ ഓഫ് കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റ് വിഭാഗത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് ബിരുദം ലഭിച്ച കേരള നാടാർ മഹാജന സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീ ജെ ലോറൻസ് അവറുകളെ സംസ്ഥാന കമ്മിറ്റി ആദരിക്കുന്ന ചടങ്ങിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഡോക്ടർ ശ്രീ ജെ ലോറൻസ് അവറുകളുടെ സേവനം, നേതൃത്വം, സമൂഹ പരിചരണം എന്നിവയിൽ ചില ജീവിത വഴിത്തിരിവുകൾ. മുൻ സൈനിക ഉദ്യോഗസ്ഥൻ, കേണൽ സുരക്ഷാ സേവനത്തിൻ്റെ സ്ഥാപകനും സാരഥിയും, ലയൺസ് ക്ലബ്ബ് തിരുമല സജീവ പ്രവർത്തകൻ, കേരള നാടാർ മഹാജന സംഘം സംസ്ഥാന പ്രസിഡന്റ്. ഒരു സൈനിക വിമുക്ത ഭടന്റെ പരമ്പരാഗത ചിന്താഗതികൾ മറികടന്ന് അചഞ്ചലമായ പ്രതിബദ്ധതയും ബഹുമുഖ നേതൃത്വവും നിറഞ്ഞ ഒരു ജീവിതമാണ് ഡോക്ടർ ജെ ലോറൻസ് ഉൾക്കൊള്ളുന്നത്. അഗാധമായ ദേശസ്നേഹത്തോടെ അദ്ദേഹം 2 പതിറ്റാണ്ടിലേറെ തൻ്റെ ജീവിതം ഇന്ത്യൻ സൈന്യത്തിനായി സമർപ്പിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ധൈര്യവും അചഞ്ചലമായ സമഗ്രതയും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് നിരവധി അഭിനന്ദനങ്ങൾ നേടി. അദ്ദേഹത്തിൻ്റെ സേവനം വെറുമൊരു ജീവിതചര്യ മാത്രമായിരുന്നില്ല, മറിച്ച് ആഴത്തിൽ വേരൂന്നിയ മൂല്യങ്ങളെയും തൻ്റെ രാഷ്ട്രത്തെ സംരക്ഷിക്കാനുള്ള അജയ്യമായ മനോഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പോരാട്ടമായിരുന്നു അത്. സൈന്യത്തിൽ നിന്ന് ലഭിച്ച ഈ അപൂർവ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ ഭാവി പരിശ്രമങ്ങൾക്ക് ശക്തമായ അടിത്തറ പാകി. ശ്രദ്ധേയമായ നയതന്ത്രങ്ങളിലൂടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക മേഖലകളിൽ പരിവർത്തനം ആഗ്രഹിക്കുന്ന ഒരു പണ്ഡിതനും നേതാവുമായി അദ്ദേഹത്തെ രൂപപ്പെടുത്തി. മഹാത്മാഗാന്ധിയുടെ ജ്ഞാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവി ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്താൽ നയിക്കപ്പെടുന്ന ഡോക്ടർ ശ്രീ ജെ ലോറൻസ് വിരമിച്ച ശേഷം ഒരു പുതിയ യാത്ര ആരംഭിച്ചു. തൊഴിലില്ലാത്തവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തൻ്റെ ഊർജവും തൊഴിൽ ചാതുര്യവും ആവശ്യക്കാരായവരുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കുന്നതിനു വേണ്ടി അർപ്പണബോധത്തോടെ ഒരു വിവിധോദ്ദേശ സേവന മേഖല അദ്ദേഹം സ്ഥാപിച്ചു. അയ്യ വൈകുണ്ഠസ്വാമികളുടെയും കാമരാജിൻ്റെയും ജീവകാരുണ്യ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന അദ്ദേഹം നിരാലംബരെയും ദുർബലരെയും പിന്തുണയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എണ്ണമറ്റ അശരണർക്ക് ജീവിതമാർഗം നൽകുകയും അവരുടെ പ്രശ്ന പരിഹാരത്തിനായി ശാശ്വതമായ പ്രതിവിധി ഉണ്ടാക്കിക്കൊടുത്തു. ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ അംഗവും ഉദ്യോഗസ്ഥനുമെന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനും സമൂഹക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ സമർപ്പണ മനോഭാവത്തിന് അംഗീകാരമായി പല കോണുകളിൽ നിന്നും പ്രശംസയും പുരസ്കാരങ്ങളും നേടിക്കൊടുത്തു. കേരള നാടാർ മഹാജന സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ശ്രീ ജെ ലോറൻസ് കേരളത്തിലുടനീളമുള്ള 40 ദശലക്ഷത്തിലധികം നാടാർ സമുദായത്തിൻ്റെ പ്രതീക്ഷയും അവലംബവുമായി നിലകൊള്ളുന്നു. പരിവർത്തനാത്മക നേതാവായി ആദരിക്കപ്പെടുന്ന അദ്ദേഹം നാടാർ അവകാശങ്ങൾക്കായി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നു. നാടാർ സമുദായത്തിൽ ഐക്യദാർഢ്യം വളർത്തുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ ആഹ്വാനം നാടാർ സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിനും കൂടുതൽ ശോഭനവും നീതിയുക്തവുമായ ഒരു ഭാവിക്കായി ഒരുമിച്ച് നിൽക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓരോ ശ്രമത്തിലും സേവനത്തിൻ്റെയും സമഗ്രതയുടെയും യഥാർത്ഥ നേതൃത്വം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ അടിസ്ഥാനമാക്കിയാണ് അളക്കുന്നത് എന്ന വിശ്വാസത്തിൻ്റെ ശക്തി ജെ ലോറൻസ് സദാ ഉദാഹരിക്കുന്നു. ആദ്യകാല ജീവിതവും വ്യക്തി പശ്ചാത്തലവും എളിമയുള്ള തുടക്കങ്ങളും ആഴത്തിലുള്ള മൂല്യങ്ങളും.
ഒരു എളിമയുള്ള കുടുംബത്തിൽ ജനിച്ച ഡോക്ടർ ജെ ലോറൻസിൻ്റെ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു കുട്ടിയിൽ നിന്ന് ഒരു വിശിഷ്ട നേതാവിലേക്കുള്ള യാത്ര പ്രചോദനാത്മകമാണ്. മാതാപിതാക്കൾ തന്നിൽ വളർത്തിയ സ്നേഹവും മൂല്യങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തെ രൂപപ്പെടുത്തിയത്. കഠിനാധ്വാനം, അച്ചടക്കം, മറ്റുള്ളവരോടുള്ള ബഹുമാനം, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ കാതൽ. ചെറുപ്പം മുതലേ ഡോക്ടർ ജെ ലോറൻസ് തന്നെ വ്യത്യസ്തനാക്കുന്ന ഗുണങ്ങൾ പ്രകടിപ്പിച്ചു. ജീവിതത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും ഒരു യാത്ര പങ്കിടുന്ന തൻ്റെ പങ്കാളിയും ആത്മമിത്രവുമായ രമാ ലോറൻസിനെ വിവാഹം കഴിച്ച ഡോക്ടർ ജെ ലോറൻസിൻ്റെ വ്യക്തിജീവിതം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജീവിതം പോലെ തന്നെ സംതൃപ്തമാണ്. അവർ ഒരുമിച്ച് ബിപിൻ ലോറൻസും ജിതിൻ ലോറൻസും എന്ന ഊർജ്ജസ്വലരായ 2 ആൺമക്കളെ വളർത്തി. ഇരുവരും ഇപ്പോൾ വിവാഹിതരും സംതൃപ്തമായ സ്വന്തം ജീവിതം നയിക്കുന്നവരുമാണ്. കുടുംബം എപ്പോഴും ഡോക്ടർ ജെ ലോറൻസിൻ്റെ ജീവിതത്തിൻ്റെ മൂലക്കല്ലാണ്. ഭാര്യ അദ്ദേഹത്തോട് വിശ്വസ്തത പുലർത്തുന്നയാൾ മാത്രമല്ല, അവരുടെ സംയുക്ത പരിശ്രമങ്ങളിൽ പങ്കാളിയുമാണ്. എല്ലാ വെല്ലുവിളികളിലും വിജയങ്ങളിലും അദ്ദേഹത്തെ നയിക്കുന്നതും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. തൻ്റെ സമൂഹത്തിനും ഭാവി തലമുറകൾക്കും വേണ്ടി മെച്ചപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തിൽ കുടുംബത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം പ്രതിഫലിക്കുന്നു. ക്രിസ്തുമതത്തിൽ ആഴത്തിൽ വേരൂന്നിയ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മൂല്യങ്ങളാണ് അദ്ദേഹം ഏറ്റെടുത്ത ഓരോ തീരുമാനത്തിനും, ഓരോ ചുവടുവയ്പ്പിനും, ഓരോ സംരംഭത്തിനും പിന്നിലെ മാർഗനിർദ്ദേശ തത്വങ്ങൾ. വലിയ വഴിത്തിരിവുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ദേശസ്നേഹവും രാജ്യത്തെ സേവിക്കാനുള്ള അദമ്യമായ ആഗ്രഹവും ആ തീരുമാനത്തിന് കാരണമായി. 2 പതിറ്റാണ്ടുകൾ ഡോക്ടർ ജെ ലോറൻസ് സ്വയം സൈനിക സേവനത്തിനായി സമർപ്പിച്ചു. അവിടെ അദ്ദേഹം നേതൃത്വം, ത്യാഗം, വിശ്വസ്തത എന്നിവയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ സൈനിക ജീവിതം ഒരു ജോലിയേക്കാൾ ഉപരി അദ്ദേഹം ആരായി തീരുമെന്ന് നിർവചിക്കുന്ന ഒരു ഉൾവിളിയായിരുന്നു. യൂണിഫോമിൽ അദ്ദേഹം തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി ചെലവഴിച്ച വർഷങ്ങൾ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും സാഹചര്യങ്ങളിൽ അച്ചടക്കം, ടീം സ്പിരിറ്റ്, അനുകമ്പ എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു നേതാവായി അത് അദ്ദേഹത്തെ രൂപപ്പെടുത്തി. സഹപ്രവർത്തകരുടെയും കീഴുദ്യോഗസ്ഥരുടെയും ബഹുമാനം നേടി അദ്ദേഹം ഉന്നത പദവികളിലൂടെ ഉയർന്നപ്പോഴും ലോറൻസ് വിനയാന്വിതനായി തുടർന്ന് കൂടുതൽ നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിശ്വാസം, സൗഹൃദം, പരസ്പര ബഹുമാനം എന്നിവയിൽ അധിഷ്ഠിതമായ സൈന്യത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയ ബന്ധങ്ങൾ 2001 വിരമിച്ചതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. സിവിലിയൻ ജീവിതത്തിലേക്കുള്ള മാറ്റം, സേവനത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും ഒരു പുതിയ അധ്യായം. സൈന്യത്തിൽ നിന്ന് വിരമിക്കുന്നത് ജെ ലോറൻസിൻ്റെ സേവനങ്ങളുടെ വിരാമം അടയാളപ്പെടുത്തിയതായിരുന്നില്ല, മറിച്ച് അത് ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായി. 2001 വിരമിച്ച ശേഷം സിവിലിയൻ ലോകത്ത് പ്രകടമായ മാറ്റം വരുത്തുന്നതിനാണ് ലോറൻസ് ലക്ഷ്യം വച്ചത്. തൻ്റെ സൈനിക ജീവിതത്തിൽ അദ്ദേഹം വളർത്തിയെടുത്ത നേതൃത്വപരമായ കഴിവുകൾ സിവിലിയൻ ജീവിതത്തിലേക്ക് പ്രയോഗിച്ചു. വിരമിച്ചതിന് തൊട്ടു പിന്നാലെ വിശ്വാസം, ജാഗ്രത, വിട്ടുവീഴ്ചയില്ലാത്ത പ്രൊഫഷണലിസം എന്നിവയുടെ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ബിസിനസ്സായ കേണൽ സെക്യൂരിറ്റി സർവീസ് ലോറൻസ് സ്ഥാപിച്ചു. സൈന്യത്തിലെ അദ്ദേഹത്തിൻ്റെ വിപുലമായ അനുഭവം സുരക്ഷയെയും അതിനെക്കുറിച്ചുള്ള അതുല്യമായ ഉൾക്കാഴ്ചകളും അദ്ദേഹത്തിന് നൽകി. ഗുണനിലവാരത്തിൽ സമാനതകളില്ലാത്ത സേവനങ്ങൾ നൽകാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. കേണൽ സെക്യൂരിറ്റി സർവീസിലൂടെ വിശ്വാസ്യതയ്ക്കും മികവിനും ലോറൻസ് പ്രശസ്തി നേടി. വ്യവസായത്തിലെ വിശ്വസനീയമായ പേരായി അത് മാറി. രാഷ്ട്രീയവും സാമൂഹികമായ ശ്രമങ്ങൾ, പൊതുസേവനത്തോടുള്ള അഭിനിവേശം. 2010 കൂടുതൽ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ചെലുത്താനുള്ള ആഗ്രഹത്താൽ പ്രേരിതനായി ജെ ലോറൻസ് രാഷ്ട്രീയ ലോകത്തേക്ക് കടന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. തെരഞ്ഞെടുപ്പ് വിജയിച്ചില്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധനായ ഒരു സമർപ്പിത പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ പങ്ക് ഉറപ്പിച്ചു.
രാഷ്ട്രീയം ഒരിക്കലും ലോറൻസിന് അധികാരമോ അംഗീകാരമോ നേടാൻ വേണ്ടി ഉപയോഗിച്ചില്ല. അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ഒരു ഉപാധിയായി അദ്ദേഹം കണ്ടു. മാറ്റം കൊണ്ടുവരാനും ജനങ്ങളെ സേവിക്കാനും പലപ്പോഴും ആരും കേൾക്കാതെ പോകുന്നവരുടെ ശബ്ദമാകാനുമുള്ള യഥാർത്ഥ ആഗ്രഹത്താൽ അദ്ദേഹം പൊതുസമൂഹത്തിനും സ്വന്തം സമുദായത്തിനും ഊർജം നൽകി. നേട്ടങ്ങളും നാഴികക്കല്ലുകളും ആജീവനാന്ത സേവനത്തിനുള്ള അംഗീകാരവും. ജീവിതത്തിലുടനീളം ലോറൻസിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവ ഓരോന്നും മറ്റുള്ളവരെ സേവിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ്. തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം എളിമയുള്ളവനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം, സമർപ്പണം, ചുറ്റുമുള്ളവരിൽ അദ്ദേഹം ചെലുത്തിയ ആഴത്തിലുള്ള സ്വാധീനം എന്നിവ ഈ പുരസ്കാരങ്ങൾ വെളിപ്പെടുത്തുന്നു. ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹക്ഷേമം, ആരോഗ്യ സംരക്ഷണം, ദുരന്ത നിവാരണം എന്നിവ ലക്ഷ്യമിട്ടുള്ള വിവിധ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ ലോറൻസ് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾക്കുള്ള അംഗീകാരമായി നിരവധി ലയൺസ് ക്ലബ് അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. രക്തദാന പരിപാടികൾ സംഘടിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ചവർക്ക് സഹായം നൽകുക തുടങ്ങിയ എല്ലാ പദ്ധതികളിലും സേവനത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം പ്രകടമാണ്. അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ മൂല്യങ്ങൾ, സ്നേഹം, അനുകമ്പ, വിനയം, സേവനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രകടമാണ്. അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇടപാടുകളിലായാലും സമൂഹ സേവനത്തിലായാലും കുടുംബജീവിതത്തിലായാലും ലോറൻസ് തൻ്റെ ഹൃദയം കൊണ്ട് നയിക്കുന്നു. എപ്പോഴും തൻ്റെ വിശ്വാസത്തിൻ്റെ തത്വങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിജയം അളക്കുന്നത് സമ്പത്തിലോ അധികാരത്തിലോ അല്ല, മറിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ചെലുത്താൻ കഴിയുന്ന നല്ല സ്വാധീനത്തിലാണ്. ഭാവിയെക്കുറിച്ചുള്ള ദർശനം, അടുത്ത തലമുറയെ ശാക്തീകരിക്കൽ. മുന്നോട്ട് നോക്കുമ്പോൾ ലോറൻസിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ദർശനം പ്രത്യാശയുടെയും ശാക്തീകരണത്തിൻ്റെയും ഒന്നാണ്. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പിന്നാക്കം നിൽക്കുന്ന പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർക്ക് അവസരങ്ങൾ നൽകുന്നതിൽ അദ്ദേഹം വളരെയധികം അഭിനിവേശമുള്ളവനാണ്. ദാരിദ്ര്യ ചക്രം തകർക്കുന്നതിനും എല്ലാവർക്കും ശോഭനമായ ഒരു ഭാവി സൃഷ്ടിക്കുന്നതിനുമുള്ള താക്കോൽ വിദ്യാഭ്യാസമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അടുത്ത തലമുറയെ ശാക്തീകരിക്കുക, കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസം പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വിജയിക്കാൻ ആവശ്യമായ പ്രോത്സാഹനം നൽകുക എന്നിവയാണ് ലോറൻസിൻ്റെ സ്വപ്നം. ഈ ലക്ഷ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണം അചഞ്ചലമാണ്. കൂടാതെ തൻ്റെ സമൂഹത്തിലെ യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണ്. സേവന ജീവിതം കാരുണ്യത്തിൻ്റെ പൈതൃകം. സമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെ തെളിവാണ് ലോറൻസിൻ്റെ ജീവിതം. ഇന്ത്യൻ സൈന്യത്തിലെ ആദ്യകാലങ്ങൾ മുതൽ ഒരു ബിസിനസ് നേതാവും സമൂഹ വക്താവുമായ നിലവിലെ റോളുകൾ വരെ അദ്ദേഹം എപ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയിട്ടുണ്ട്. ലോകത്തെ മികച്ച സ്ഥലമാക്കുന്നതിനുള്ള വിനയത്തിൻ്റെയും അനുകമ്പയുടെയും അചഞ്ചലമായ പ്രതിബദ്ധതയുടെയും യാത്രയാണ് അദ്ദേഹത്തിൻ്റേത്. പിതാവ്, നേതാവ്, സുഹൃത്ത് എന്നീ നിലകളിൽ ലോറൻസ് എണ്ണമറ്റ ജീവിതങ്ങളെ കരകയറ്റി തൻ്റെ ഉദാരമനസ്കത, ദയ, സ്വഭാവശക്തി എന്നിവയാൽ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പ്രത്യാശയുടെയും സേവനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ശക്തിയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും മാതൃകയായിരിക്കും. എല്ലാ ശ്രമങ്ങളിലും സേവനം, സമഗ്രത, സഹാനുഭൂതി എന്നിവയുടെ മൂല്യങ്ങൾ ലോറൻസ് മാതൃകയാക്കുന്നു. സ്നേഹവും ലക്ഷ്യബോധവും കൊണ്ട് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന ആശയത്തിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. തൻ്റെ സമൂഹത്തെ ഉയർത്തുന്നതിലും യുവാക്കളെ പ്രചോദിപ്പിക്കുന്നതിലും ശോഭനമായ ഭാവിക്കുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും അദ്ദേഹം തുടരുമ്പോൾ
ജെ ലോറൻസ് പ്രത്യാശയുടെ ഒരു ദീപസ്തംഭമായി തുടരുന്നു. വിശ്വാസം, ധൈര്യം, അനുകമ്പ എന്നിവയാൽ എന്തും സാധ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു.